പട്ടമിങ്ങനെ ഒരുപാട് അകലങ്ങളിലേക്ക് പറക്കുമ്പോൾ ആ പട്ടത്തെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സഹായിക്കുന്ന ഒരു നൂലതിൻ്റെ താഴെയുണ്ട് എന്ന് മറക്കരുത്. അത് മറന്നാൽ, അഹങ്കരിച്ചാൽ, ആ നൂലെങ്ങാനും പൊട്ടിയാൽ പിന്നെ പോയി വീഴുക ചളിക്കുണ്ടിലാണ്. എന്ത് തോന്നിയാസവുമാകാം, എന്ത് വൃത്തികേടുമാകാം. മറ്റൊരു പുതിയാപ്പളയെ കൂട്ടുകാര് ആനയിച്ചു കൊണ്ടുവന്നത് മയ്യത്ത് കട്ടലിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്ത് കട്ടലിൽ പുതിയാപ്പളയെ കൊണ്ടുവന്നു. ആര്? ഈ കൗമ്. അശ്രദ്ധകള്, അബദ്ധങ്ങള് എല്ലാം പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പല ആളുകളും പല നിലക്കുള്ള സാമ്പത്തികവും ശാരീരികവും കുടുംബപരമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, മറ്റൊരു സഹപ്രവർത്തകൻ്റെ വാപ്പയും കൂടിയായ ഒരല്പം പ്രയാസത്തിലാണ്. അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് കാമിലായ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എളുപ്പം അസുഖം ഭേദപ്പെട്ട് പൂർവാധികം പ്രവർത്തന മണ്ഡലത്തിൽ സജീവമാകാൻ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ അറിവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അങ്ങനെ നമ്മൾ അവസാനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, മനുഷ്യൻ അറിയണം. അറിയാനുള്ള പ്രധാന മാർഗം വായിക്കുക എന്നുള്ളതാണ്. ആ വായനയെക്കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ ആദ്യമായി സംസാരിച്ചത് എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അറിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് തന്നെ, അതിൻ്റെ ജീവനാഡി അറിവാണ്. അറിവുണ്ടെങ്കിലേ ഇസ്ലാമിന് ജീവനുള്ളൂ, ഇസ്ലാമിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് അറിയാനും പഠിക്കാനും ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ആ പറഞ്ഞു വച്ചതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. സാഗൂതം ശ്രവിക്കണം. കേട്ടിരുന്നാൽ പോരാ, കേട്ടിരിക്കേണ്ടതല്ല ഖുതുബ. ഒരു കമൻ്റ് പോലും ഖുതുബയ്ക്കിടയിൽ പറയാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ ഖുതുബയ്ക്കിടയിൽ കമൻ്റ് പറയുന്ന ശ്രദ്ധയിൽപ്പെടാറുണ്ട്. സന്ദർഭം പരിശോധിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻ്റായി എനിക്ക് തോന്നിയിട്ടുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ആളോട് കാതിലൊരു കുശലം, ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എത്ര പോസിറ്റീവാണെങ്കിലും പറയാൻ പാടില്ല. ഒരക്ഷരം മൊഴിഞ്ഞാൽ ഖുതുബ ജുമുഅ ബാത്തിലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരാ, ഒന്ന് നീങ്ങിയിരിക്കൂ എന്ന് പോലും പറയാൻ പാടില്ല. ഖുതുബ തുടങ്ങിയ ശേഷം ആരെങ്കിലും പള്ളിയുടെ വരാന്തയിലോ മുറ്റത്തോ റോട്ടിലോ നിന്ന് സംസാരിക്കുന്നുവെങ്കിൽ അയാളുടെ ആ നിമിഷങ്ങൾ ഓരോന്നും നിഷിദ്ധമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു ബോധം, ഈ ഒരു ചിന്തയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കൂടിയാണ് നമ്മുടെ ഖുതുബയിൽ പ്രധാനമായി നടക്കേണ്ടത്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധം, സാഗൂതം ശ്രവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചാൽ, എല്ലാവരും മരിക്കുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം അവസാനിച്ചു. പിന്നെ അയാൾക്കൊന്നുമില്ല. വേണമെങ്കിൽ അയാളെ സ്മാരകങ്ങളോ അയാളെക്കുറിച്ചുള്ള ചരമദിനമോ ഒക്കെ കൊണ്ടാടുക എന്നല്ലാതെ അയാൾക്ക് ദുനിയാവുമായിട്ട് പിന്നെ വേറെ ബന്ധമൊന്നുമില്ല. എല്ലാം നിലച്ചു, എല്ലാം അവസാനിച്ചു. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ നിലക്കുന്നില്ല. ആ 3 കാര്യങ്ങൾ പിന്നെയും അയാളുടെ ഖബർ ജീവിതത്തിലേക്ക്, പാരത്രിക ജീവിതത്തിലേക്ക് നിലക്കാത്ത പ്രവാഹമായിരിക്കും, ഒരു ഒഴുക്കായിരിക്കും. നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് കൂലി കിട്ടൂലേ? പക്ഷേ നിസ്കാരം മരണം വരയിലേക്ക് അടിയും, പിന്നെ നിസ്കാരമില്ലല്ലോ. എന്നാൽ നിലക്കാത്ത 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യത്തിൽ ഒന്ന്
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഔ ഇൽമുൻ യുൻതഫഉ ബി, ഒരാൾ നേടിയെടുക്കുന്ന അറിവാണ്, നോളജാണ്, വിദ്യാഭ്യാസമാണ്, വിവരമാണ്. അത്രമേൽ പ്രാധാന്യമുണ്ട് മനുഷ്യന്റെ വിവരത്തിന്. ഇമാം ഷാഫിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു, ഫോർ എക്സാമ്പിൾ, അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ, അവര് ഷാഫി ഇമാം 53 വയസ്സ് വരെ ജീവിച്ചത്. 53 ഉള്ള ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ എത്ര ചരിത്രം സൃഷ്ടിച്ചാണ് കടന്നുപോയത്. ആ 53 വയസ്സിന്റെ ഇടയിൽ ഒരു മധ്യവയസ്കനായിരിക്കെ വലിയ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇമാമുന ഷാഫിഈ റഹിമഹുല്ല കടന്നുപോയത്. അവരുടെ വിജ്ഞാനത്തിന്റെ ആ പ്രസരണം ഇന്നും ലോകത്ത് ആളുകൾക്ക് അനുഭവപ്പെടുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലം ഒരു ചൈനായി മുറിയാതെ അവരുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ പഠിക്കുക എന്നുള്ളത്, അവിടെ അറിവ് എന്ന് പറയാതെ ഒരു കാര്യം ചേർത്തു പറഞ്ഞു, യുൻതഫഉ ബി ഔ ഇൽമുൻ യുൻതഫഉ ബി, എന്തെങ്കിലും പഠിക്കലല്ല, വെറും അറിവല്ല, യഥാർത്ഥ വിദ്യ ആകണം, വിദ്യയാണ്. ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ ഒരു കാര്യം പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു നാട്ടിൽ ഒരു വിദ്യാലയം ഉണ്ടെങ്കിൽ അവിടെ ഒരു ജയില് അടച്ചു പൂട്ടണമെന്നാണ്. കാരണം ഇത് രണ്ടും തമ്മിൽ യോജിക്കില്ല. ഒരു വിദ്യാലയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിദ്യ അഭ്യസിച്ച് ഇറങ്ങുന്ന കുട്ടികൾ അക്രമമില്ലാത്ത, അക്രമവാസനയില്ലാത്ത, താന്തോന്നികളല്ലാത്ത ജ്ഞാനികളായ ഒരു പറ്റം ആളുകൾ ഇറങ്ങി വരുമ്പോൾ പിന്നെന്തിനാണ് അവിടെ ജയില്? വിജ്ഞാനം, വിവരവും വിദ്യാഭ്യാസവും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, പരിവർത്തനം, അതിനെക്കുറിച്ചാണ്, അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ആ ഫ്രഞ്ച് ഫിലോസഫറായ വിക്ടർ ഹ്യൂഗോ പറഞ്ഞു വെച്ചത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാടുകളിൽ ഒരു ഭാഗത്ത് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമുച്ചയങ്ങൾ നിരന്തരമായി പൊങ്ങുകയാണ്. അത് നല്ല തന്നെയാണ്. പക്ഷേ മറുഭാഗത്ത് അതേ അളവിലും ജയിലുകളും കൂടുകയാണ്, ജയിൽ പുള്ളികൾ വർദ്ധിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിൽ യോജിക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ എന്താണ് തകരാറ്? അതിനോട് ചേർത്ത് വായിക്കണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക്, ഔ ഇൽമുൻ യുൻതഫഉ ബി, ഉപകാരപ്രദമായ അറിവ്. എന്തെങ്കിലും അറിയലല്ല, ആ അറിവ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. രണ്ട് നിലക്കുള്ള അറിവുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവ്, അതിൽ നിന്ന് ഞാൻ നിന്നൊരു രക്ഷ തേടുന്നു. ഒത്തിരി അറിഞ്ഞിട്ട് എന്താ കാര്യം? ഒരുപാട് വിവരമുണ്ടായിട്ട് എന്താ കാര്യം? ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് B.Ed വരെ പഠിച്ചിട്ടും ഒരു പെൺകുട്ടിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ, ഭാര്യയെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന് വലിയ വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ ചവിട്ടി നടന്ന് കയറിയിട്ടും ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതെന്ത് വിദ്യാഭ്യാസമാണ്? മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന അറിവ്, അങ്ങനത്തെ അറിവ്. ഖുർആനിൽ പറഞ്ഞൊരു കാര്യമാണ്, പ്രവാചകരെ അങ്ങ് നിരന്തരമായി പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹു എനിക്ക് നോളജ് വർദ്ധിപ്പിച്ചു തരണേന്ന്. വളരെ ചെറിയൊരു വാക്കല്ലേ, റബ്ബി സിദ്നി ഇൽമ, അല്ലേ? റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ റബ്ബേ എനിക്ക് അറിവ് കൂട്ടി തരണേന്ന് എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ സൂറത്തു ജുമുഅയുടെ 2-ാമത്തെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. അതിങ്ങനെ പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അല്ലാഹു അവൻ നിരക്ഷരരായ, അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത, ഒട്ടകത്തിന്റെ മൂക്കുകയർ മാത്രം പിടിച്ച് പരിചയമുള്ള ഒരു തരം കാട്ടാളന്മാരായ, രാക്ഷസന്മാരായ മനുഷ്യന്മാർക്ക് ഇടയിലേക്ക് റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒരാളെ പ്രവാചകനായി നിയോഗിച്ചു. ആ റസൂൽ എന്താ ചെയ്തത്? അവിടെ കരാട്ട പഠിപ്പിക്കുകയല്ല, അവിടെ ജിംനേഷ്യം തുടങ്ങുകയല്ല, അവിടെ വേറെ എന്തെങ്കിലും സ്പോർട്സ് പരിപാടിയല്ല. ഇതൊക്കെ നല്ല തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ പ്രാഥമികമായി ചെയ്തത് യതുലു അലൈഹിം ആയാതി, അവർക്ക് അള്ളാഹുവിൻ്റെ
പടച്ച തമ്പുരാന്റെ, ഈശ്വരന്റെ, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ വചനങ്ങൾ അവരെ ഓതിക്കേൽപ്പിച്ചു. യത്ലു അലൈഹിം ആയാതി, ഖുർആനിന്റെ വചനങ്ങൾ അവരെ ഓതിക്കേൽപ്പിച്ചു. വയുസക്കീഹിം, ആ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് അവരെ കഴുകിയെടുത്തു. മനസ്സ് മലിനമായി പോയ വൃത്തികെട്ട രാക്ഷസന്മാരെ സംസ്കരിച്ച് സാക്ഷരരാക്കി മാറ്റി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖുർആൻ നബിയെ സംബന്ധിച്ച് പറഞ്ഞതാ. വയുസക്കീഹിം, സംസ്കരണം എന്ന് പറയുന്നത് കേവലം ഏട്ടിൽ നിന്ന് കിട്ടുന്നതല്ല, പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊരു ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചെടുക്കേണ്ട ഒന്നാണ്. അങ്ങനെ കൃത്യമായ തർബിയത്തിലൂടെ അള്ളാഹിന്റെ റസൂല് അവരെ കഴുകി വൃത്തിയാക്കി സ്ഫുടം ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. എത്രത്തോളം നന്നായി എന്നറിയോ? കാട്ടറബികൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാക്ഷസന്മാർ, മാസങ്ങളും വർഷങ്ങളും കേവലം ഒരു മിണ്ടാപ്രാണിയുടെ പേരിൽ പോലും പരസ്പരം കടിച്ചു കയറിയിരുന്ന മനുഷ്യർ, ആ മനുഷ്യർ എത്രത്തോളം വലുതായി. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞു, ഞാൻ ഇന്ത്യ രാജ്യത്ത് സ്വപ്നം കാണുന്ന ഭരണം അത് രാമന്റെ ഭരണമാണ്, രാമരാജ്യമാണ്. ഏതാണ് ആ രാമരാജ്യമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന രാമരാജ്യം ഖലീഫ ഉമറിന്റെ രാജ്യമാണ്. ഒട്ടകത്തിന്റെ മൂക്ക് കൈ പിടിക്കുന്നിടത്ത് നിന്ന് ഒരു രാജ്യത്തെ, ലോകത്തെ തന്നെ നയിക്കുമാറ് അവരെ സംസ്കരിച്ച് ഫുഡം ചെയ്ത് സാക്ഷരരാക്കി മാറ്റുകയായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വിദ്യാഭ്യാസ വിപ്ലവമാണ് അള്ളാഹിന്റെ റസൂൽ നടത്തിയത്. യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം, വെറും ആത്മീയ സംസ്കരണമില്ലാത്ത, വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഫലവുമില്ല. നിനക്ക് ജോലി കിട്ടിയേക്കാം, സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ഉണ്ടായേക്കാം, പക്ഷേ സെമിത്തേരി പോലെയാണ്. കാണുമ്പോൾ നല്ല മൂഞ്ചുള്ള മീസാൻ കല്ലും ടൈലും ഒക്കെയുള്ള മനോഹരമായ ഖബറാണെങ്കിൽ പോലും ആ ഖബറിന്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്ന ശവശരീരമായ പോലെ നല്ല തേച്ച് മിനുക്കി മൊഞ്ചുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന, മനോഹരമായി അത്തറ് പൂച്ച് നടക്കുമ്പോഴും ഉള്ളകം ചീഞ്ഞു നാറുന്നവരാണെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ടെന്താണ് കാര്യം? അതുകൊണ്ട് വയുസക്കീഹിം, അവരെ സംസ്കരിക്കണം, അവർക്ക് തസ്കിയത്തും തർബിയത്തും നൽകണം. അത് പ്രവാചകൻ പഠിപ്പിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, എന്നിട്ട് അവരെ കിതാബും വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു. ഇത് കേവലം കേട്ട് ആസ്വദിക്കാനല്ല. അപ്പൊ തർബിയത്തില്ലാത്ത, തസ്കിയത്തില്ലാത്ത, ആത്മീയ സംസ്കരണമില്ലാത്ത വിദ്യാഭ്യാസം ഒരുപക്ഷെ മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നറിയോ? പടച്ചോനെ മറക്കുന്നിടത്തേക്ക്, അല്ലേ? ജീവിതത്തിൽ ചില പടവുകൾ, അനുഗ്രഹത്തിന്റെ ചില നേട്ടങ്ങളുടെ പടവുകൾ കയറിപ്പോകുമ്പോൾ മറന്നു പോകും. ഈജിപ്തിന്റെ മനോഹരമായ ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം ലിവർപൂളിന്റെ പ്ലെയർ കൂടിയായിരുന്നു. ആ കാൽപാദം കൊണ്ട് ഫുട്ബോൾ മൈതാനത്ത് മാജിക് കാണിക്കുന്ന മുഹമ്മദ് സലാ, ആ ചെറുപ്പക്കാരൻ കളിയുടെ ഇടവേളകളിലും ട്രാവലിംഗിന്റെ സമയത്തും പരിശുദ്ധ ഖുർആനിന്റെ പേജ് എടുത്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ എത്ര സഹപ്രവർത്തകർക്കാണ്, അല്ല ലോകത്തുള്ള എത്രയോ ചെറുപ്പക്കാർക്കാണ് അദ്ദേഹം പ്രചോദനമായത്. കളിക്കിടയിൽ, കളിയുടെ ഭൂമിയിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്ര ഉന്നതമായ പടവുകൾ ചാടി കയറുമ്പോഴും അതിൻ്റെ ഇടയിലും എൻ്റെ റബ്ബിനെ ഓർക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. എന്തെങ്കിലും 4 അക്ഷരം പഠിച്ച് എവിടെങ്കിലും എത്തുമ്പോഴേക്ക് ഞാൻ എന്തോ ആയിപ്പോയി എന്ന തോന്നലിൽ നിന്നാണ് എല്ലാ അക്രമവാസനകളും ഉടലെടുക്കുന്നത്. അപ്പൊ തർബിയത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇല്ലെങ്കിൽ അതിരുകൾ ഉണ്ടാകില്ല. ഈ മുസ്ലിം സമുദായത്തിന്റെ ചില തകരാറുകൾ നമ്മൾ പരിശോധിക്കണം. 1-2 കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഒന്നിപ്പോ വേൾഡ് കപ്പ് വരികയാണല്ലോ. ലോകം മുഴുവനും ഫുട്ബോളിന്റെ ലഹരിയിലേക്ക് പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ ഫുട്ബോൾ മൈതാനത്താണ് നമ്മുടെ കാതും കണ്ണുമെല്ലാം നിറഞ്ഞു നിൽക്കുക. ഞാനും അതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ബ്രസീലിലും അർജന്റീനയിലും സ്പെയിനിലും സ്പെയിനിലും ഫ്രാൻസിലും ഒന്നും കാണാത്ത ഫ്ലക്സുകളാണ് നമ്മുടെ നാടുകളിൽ. ആഘോഷമാകാം, ആസ്വദിക്കാം, അതിനൊന്നും ഇസ്ലാം എതിരല്ല.
പക്ഷേ അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. അതിരുകളാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. അതിരുവിട്ട ആഘോഷം, ഇത് പറഞ്ഞാൽ അതിനെയും വിമർശനാത്മകമായി നെഗറ്റീവായി എടുക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട്, അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, കളി ചെറുപ്പം മുതലേ ആസ്വദിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പറയുന്നു, ഇവിടെ ഒന്നുമല്ല, ഞാനത് ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നത്. ആലത്തൂരിൽ അങ്ങനെയുള്ളൊരു സംഗതി ഒന്നും കാണുന്നില്ല. ഇനി പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ട. ഓവറാകുന്ന രീതിയിൽ 120 അടിയൊക്കെ ഫ്ലെക്സ് വെക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ ഭ്രാന്താവുകയാണ് ആളുകൾക്ക്. അത് ആരായിരിക്കും അതിന് പിന്നിൽ? പ്രധാനമായും ഞാൻ പറയണ്ടല്ലോ, ഒന്നിലും എന്തില്ല, ലിമിറ്റേഷൻ ഇല്ല, നിയന്ത്രണമില്ല, എത്ര വരെയും പോകാം. അപ്പൊ അതില് നമുക്ക് ഇതെല്ലാം ആസ്വദിക്കുമ്പോഴും അത് കളിയാണെന്ന് പറഞ്ഞാൽ കാര്യമല്ല എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. കളിയാണെന്ന് പറഞ്ഞാൽ തന്നെ കാര്യമുള്ളതല്ല, അത് കാര്യമില്ലാത്തതാ. അപ്പൊ അതിനുവേണ്ടി പിന്നെ അനിയന്ത്രിതമായിട്ടുള്ള ഒരു ലിമിറ്റും ഇല്ലാത്ത ആഘോഷങ്ങൾ എന്തുകൊണ്ട് വരുന്നു? നമുക്കുണ്ടാകുന്ന അറിവ് ഈ തർബിയത്തിൽ അധിഷ്ഠിതമല്ല എന്നതുകൊണ്ടാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കല്യാണങ്ങൾ, ആരുടെ കല്യാണം? മുസ്ലിം സമുദായത്തിന്റെ കല്യാണങ്ങൾ. ഒരു നിയന്ത്രണവുമില്ല. ഇപ്പൊ അടുത്ത് 2 വർഷം മുമ്പ് എൻ്റെ നാട്ടിൽ നിന്നൊരു 4 കിലോമീറ്റർ അപ്പുറം ഒരു വീട്ടിൽ പുതിയാപ്പിളയെ സ്വീകരിച്ചത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. പുതിയാപ്പിളയെ സ്വീകരിച്ചത്, പുതിയാപ്പിള വീട്ടിൽ വന്നപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ സ്വീകരിച്ചത് ഒരു കേക്ക് ഉണ്ടാക്കി, ക്ലോസറ്റിന്റെ രൂപത്തിൽ കേക്ക് ഉണ്ടാക്കിയിട്ട്. എത്ര മ്ലേച്ഛമായിരുന്നു! അതാരേ ചെയ്യൂ? അതാർക്കേ ചെയ്യാൻ കഴിയൂ? വൃത്തികെട്ടവന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഒരു നൂല് പൊട്ടിയാല് നമ്മളിങ്ങനെ ഉയർന്നു പോകുമ്പോൾ പട്ടമിങ്ങനെ ഒരുപാട് അകലങ്ങളിലേക്ക് പറക്കുമ്പോൾ ആ പട്ടത്തെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സഹായിക്കുന്ന ഒരു നൂലതിൻ്റെ താഴെയുണ്ട് എന്ന് മറക്കരുത്. അത് മറന്നാൽ, അഹങ്കരിച്ചാൽ, ആ നൂലെങ്ങാനും പൊട്ടിയാൽ പിന്നെ പോയി വീഴുക ചളിക്കുണ്ടിലാണ്. എന്ത് തോന്നിയാസവുമാകാം, എന്ത് വൃത്തികേടുമാകാം. മറ്റൊരു പുതിയാപ്പിളയെ കൂട്ടുകാര് ആനയിച്ചു കൊണ്ടുവന്നത് മയ്യത്ത് കട്ടലിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്ത് കട്ടലിൽ പുതിയാപ്പിളയെ കൊണ്ടുവന്നു. ആര്? ഈ കൗമ്. എന്താ കാരണം? അള്ളാഹുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്, താൻ തോന്നികളാവുകയാണ്. വേറെ കാര്യം നോക്കി, ഇത് വേറെ സമുദായത്തിലൊന്നും ഇത്ര ആഴത്തിൽ കാണില്ല. മറ്റൊരു ഓർമ്മയിൽ വരുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇലക്ഷൻ പ്രചരണം. ഞാൻ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു 4 ദിവസം മുമ്പ് ഒരാഴ്ചത്തോളം കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എവിടെയും വലിയ ഫ്ലക്സുകളൊന്നുമില്ല, വളരെ ഒറ്റപ്പെട്ട ഫ്ലക്സുകൾ, വലിയ പ്രകടനങ്ങളും ഒന്നുമില്ല. എന്തിനാണ് ഇത്രമേൽ നിയന്ത്രണമില്ലാത്ത, ഒരു ലിമിറ്റും ഇല്ലാത്ത? ആരാണ് അതിലും മുന്നിലുണ്ടാകുക? ഒക്കെ നമ്മളാണ്. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ബേസ് നഷ്ടപ്പെട്ടു, നമ്മുടെ അടിസ്ഥാന തിരിച്ചറിവ് നമുക്കില്ലാതായി. എല്ലാം ആകാം, എല്ലാ ആഘോഷങ്ങളും ആകാം, ഒന്നിനെതിരല്ല, ഒന്നിനെ എതിർക്കേണ്ടതുമില്ല. പക്ഷേ എല്ലാത്തിനും ഉറക്കം ഓവറായ പ്രശ്നമല്ലേ? ഉറക്കം കൂടിയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഉറക്കമില്ലാതെ പോയാലോ? ഉറക്കമില്ലായ്മക്കും വേണ്ടേ ഒരു ലിമിറ്റ്? ഭക്ഷണം കൂടുതലായി കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഭക്ഷണം തീരെ കഴിക്കാതിരുന്നാലോ? അവന് കളി തന്നെ ഉള്ളൂ എന്ന് പറയില്ല ആളുകള്. കളി ഓവറായാലോ? കളി തീരെ കളിയില്ല, ഒരു ഹ്യൂമർ സെൻസും ഇല്ല, ഒന്നുമില്ല, അങ്ങനെയായാലോ? ജീവിതത്തിന് സൗന്ദര്യം കൂട്ടുന്നത് ജീവിതത്തിന്റെ ചില ലിമിറ്റേഷൻസ് ആണ്, അതിരുകളാണ്. ഫുട്ബോൾ കളിക്ക് പോലും അതിന്റെ സൗന്ദര്യം, അതിന്റെ അതിരല്ലേ? ഒരാൾക്ക് തോന്നുകയാണ് 22 പേരില്ലേ, ഒന്നും കൂടെ വലുതാക്കി കൊടുത്താലോ എന്ന് പറഞ്ഞാൽ ആ കളിയുടെ സൗന്ദര്യം പോയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തിൽക ഹുദൂദുല്ലാഹ്, നിയമങ്ങൾ അള്ളാഹുവിന്റെ ശരീഅത്തിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഇതെല്ലാം അള്ളാഹു വെച്ചിട്ടുള്ള അതിരുകളാണ്. ആ അതിര് മറികടന്ന് നമ്മൾ ആരും പോകരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് എന്തു ചെയ്യണം? നമ്മൾ പഠിക്കണം, ഇസ്ലാം മനസ്സിലാക്കണം. എങ്ങനെ? ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിക്കാൻ തയ്യാറാകണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോടും എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്. ആ വിജ്ഞാനം എല്ലാ തലത്തിലും, എല്ലാം നോക്കിക്കാണുന്നത്, എന്തിനേയും. ഇന്നിപ്പോ വേൾഡ് എൻവയോൺമെന്റ് ഡേ അല്ലേ? അതിന് ചെടി നട്ടും മരം നട്ടും വെള്ളമൊഴിച്ചുമൊക്കെയാണ് പലരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അത് കേവലം ഒരു ആചരണം മാത്രമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പടച്ച റബ്ബിന്റെ നിയമത്തിലൂടെ നോക്കിക്കാണുന്നു.
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുത്തെ സഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നബിയിൽ നിന്ന് കേട്ടതായി ഉദ്ധരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻ ഖാമത് അലാ അഹദികും അൽ ഖിയാമ, നിങ്ങൾ ഖിയാമത്ത് നാൾ നേരിൽ കാണുന്നു എന്ന് സങ്കല്പിക്കുക. ഇത് ലോകം അവസാനിക്കുകയാണ്, ആകാശം പൊട്ടിപ്പിളരുകയാണ്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണ്, കടൽ കര കവിഞ്ഞൊഴുകുകയാണ്. ലോകാവസാനം നിങ്ങൾ മുന്നിൽ കാണുന്നു എന്ന് വിചാരിക്കുക. വഫീ അയദി അഹദികും ഫസീല, ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്, ഒരു ചെറിയ മരമുണ്ട്, ഒരു ചെറിയ ഒരു വിത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നടാൻ ശ്രമിക്കണേ എന്ന് പഠിപ്പിച്ച, ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പാഠങ്ങൾ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ വുളൂ ചെയ്യുമ്പോൾ ഒരൽപ്പം വെള്ളം പോലും അമിതമായി ഉപയോഗിക്കല്ലേ എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ വെറുതെ നടന്നു പോകുമ്പോൾ വഴിയിലുള്ള ചെടികളും മരങ്ങളും ഒരു ഹരത്തിന് വേണ്ടി അതിൻ്റെ ഇലകൾ പൊട്ടിച്ച് ആ മരത്തെ ദ്രോഹിക്കല്ലേ എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ദിവസമായതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പരിസ്ഥിതിയുടെ പാഠങ്ങൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കി ആവുകയാണ്. എന്താ കാരണം? നമ്മൾ ഭൂമിയെ മലീമസമാക്കി. ഇതാ മഴക്കാലം വരികയാണ്, എന്താ സംഭവിക്കുക? ഇപ്പൊ തന്നെ വാർത്ത കേട്ടു, ചില വീടുകളിൽ വെള്ളം കയറിയെന്ന്. എന്താ കാരണം? ഭൂമിയെ അറിയാത്ത, ഭൂമിയെ പഠിക്കാത്ത തലതിരിഞ്ഞ വികസനമാണ്, നമ്മുടെ ഭ്രാന്തമായ വികസനമാണ് നമ്മുടെ നാടിനെ ഇക്കോലത്തിലേക്കാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് മഴ വരാൻ പോകുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പരിസ്ഥിതിയുടെ പാഠങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളിപ്പോ ഈ പ്ലാസ്റ്റിക് കത്തിക്കാറില്ലേ, ഒരു ഭയവുമില്ലാതെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദ്രാവകമുണ്ട്, ഡയോക്സിൻ. ഒന്നല്ല, പലതുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡയോക്സിൻ. ആ ഡയോക്സിൻ എന്ന വിഷവാതകം അത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിലേക്ക് പ്രവേശിക്കുമെന്നും ലെൻസ് ക്യാൻസറിന് സാധ്യതയുണ്ടെന്നും പറയുന്നത് ആരാണ്? ഡോക്ടർമാരാണ്, പണ്ഡിതന്മാരാണ്, പഠിച്ചവരാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് എവിടെയാണ് ഭയം? അപ്പൊ എങ്ങനെയാണ് പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത്? അതുപോലും ആത്മീയമായ കണ്ണിലൂടെ നോക്കി കാണുമെന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും നാം പഠിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ കാണുന്ന എല്ലാ തിന്മകളെയും ചോദ്യം ചെയ്യാനുള്ള ധൈര്യമുണ്ടാകും. ചോദ്യം ചെയ്യണം. അധർമ്മം കാണുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് മാറി നിന്നാ പറ്റൂല. നോക്കൂ, നമ്മുടെ രാജ്യത്ത് നിരന്തരം പാവപ്പെട്ട സഹോദരന്മാരെ ആൾക്കൂട്ടം എന്ന പേരിൽ വളഞ്ഞിട്ട് തല്ലിക്കൊല്ലുകയാണ്. ആര് ചോദിക്കാൻ, ആര് പറയാൻ? നാളെ ഒരു സംഘടിതമായി ഒരു കൂട്ടരെത്തിയാൽ നാളെ നമുക്ക് നേരെയും അത് വരാം. അതുകൊണ്ട് തിന്മയാണ്, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ മുന്നിൽ കാണുന്ന തിന്മകളെ, നിങ്ങളൊരു തിന്മ കണ്ടാൽ ആ തിന്മക്കെതിരെ സംസാരിക്കാൻ സത്യവിശ്വാസിക്ക് സാധിക്കണം. കൈ കൊണ്ട് അതിനെ തടയണം. അതിന് സാധ്യമല്ലെങ്കിൽ നാവുകൊണ്ടും, അതിനും സാധ്യമല്ലെങ്കിൽ അതിനെ വെറുക്കണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, മഹാനായ ലൂത്ത് അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട ഒരു നബിയാണല്ലോ ലൂത്ത് അലൈഹിസ്സലാം. ആ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതക്ക് ഒരു സ്വഭാവമുണ്ടായിരുന്നു. നമുക്കറിയാം, വളരെ വൃത്തികെട്ട ഒരു നടപ്പുണ്ടായിരുന്നു അവർക്ക്. പ്രകൃതി വിരുദ്ധമായ ലൈംഗികതയുടെ തൽപരരായിരുന്നു അവർ. അങ്ങനെ ഒരിക്കൽ ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്ന അതിഥികളെ പോലും, ബാലന്മാരായ കുട്ടികളെ, യഥാർത്ഥത്തിൽ അവർ മലക്കുകളായിരുന്നു. നല്ല സുന്ദരന്മാരായ ചുറുചുറുക്കുള്ള ബാലന്മാരുടെ കോലത്തിൽ മലക്കുകൾ വന്നപ്പോ, മലക്കുകളാണെന്നറിയാതെ ആ കുട്ടികൾക്ക് നേരെ പോലും ലൈംഗികമായ കാമത്തോടു കൂടി പാഞ്ഞെടുത്ത ആ മനുഷ്യരോട് നിസ്സഹായനായി ലൂത്ത് അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ളവരില്ലേ? ആൺകുട്ടികൾ ആരുമില്ലേ ചോദിക്കാൻ? ധൈര്യമുള്ളവരില്ലേ? പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടോ? ഈ ചോദ്യം നമ്മൾ ഇന്ന് ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, നമ്മുടെ നെഞ്ചിൽ തറക്കണ്ടേ ആ ചോദ്യം, അലൈസ മിൻകും റജുലുൻ റഷീദ്, പക്വതയുള്ള വിവേകമുള്ള ആരുമില്ലണോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഈ തോന്നിയാസം കാണുമ്പോൾ ഒന്ന് അതിനെതിരെ പ്രതികരിക്കാൻ. നമ്മുടെ വിദ്യാഭ്യാസം
അതിനെതിരെ പ്രതികരിക്കുന്നതാവണം. നമ്മുടെ കുട്ടികൾ സഹപ്രവർത്തകരെ അല്ല സഹപാഠികളെ വളഞ്ഞിട്ട് തല്ലുകയാണ്. പെൺകുട്ടികൾക്കെതിരെ എന്തെല്ലാം അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നമ്മൾ ഖുർആൻ പഠിച്ചാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും നമ്മൾ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഈ ഖുത്ബ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയുന്നു, ഖുർആൻ ഒരു ആഴക്കടലാണ്, അനന്തമായ ആഴക്കടൽ. ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹർ ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതാറുള്ള സൂറത്തുൽ കഹ്ഫിന്റെ സെക്കൻഡ് ലാസ്റ്റ് ആയത്ത്, അവസാനത്തെ ആയത്തുകളിൽ പെട്ടതാണ്. ഖുൽ നബിയെ പറയുക, ലൗ കാനൽ ബഹർ മിദാദൻ ലികലിമാതി റബ്ബി, ബഹറിലെ മഹാസമുദ്രം, ആ സമുദ്രം നിങ്ങൾ മഷിയായി സങ്കല്പിക്കുക. എന്തിനാ? അള്ളാഹുവിന്റെ വചനങ്ങളെ എഴുതാൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ആഴങ്ങളൊന്ന് എഴുതി തീർക്കാൻ. നിങ്ങൾ ഖുർആനിനെ മഷിയായി സങ്കല്പിച്ചാൽ ലനഫിദൽ ബഹർ, ആ കടല് പോലും വറ്റിപ്പോകും. ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എൻ്റെ റബ്ബിന്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പ് കടൽ വറ്റും. ഒരു കടലല്ല, ഇതുപോലത്തെ ഒരുപാട് കടൽ കൊണ്ടുവന്നാലും ആ കടൽ വറ്റി തീർന്നാലും എഴുതി തീർക്കാൻ കഴിയാത്തത്ര ആഴവും പരപ്പുമുള്ള വിജ്ഞാനത്തിന്റെ വിസ്ഫോടനമാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണ്ടേ? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഈ ഖുർആൻ പഠിപ്പിക്കാനല്ലേ റഹ്മാനായ റബ്ബ് നമ്മോട് പറഞ്ഞത്. ഒരാൾ വീട്ടിൽ നിന്ന് ഒരു ദീർഘയാത്ര പോവുകയാണ്, 2-3 മാസമെടുക്കും അദ്ദേഹം തിരിച്ചു വരാൻ. യാത്ര തുടങ്ങിയപ്പോഴാണ് ഫോണും മൊബൈലും ഒന്നുമില്ലാത്ത കാലത്ത് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, ഞാൻ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടല്ലോ, ഞാനത് എടുത്തു വെക്കാൻ മറന്നുപോയി. മഴ പെയ്ത് അത് നശിച്ചു പോകും, അതുകൊണ്ട് പെണ്ണിനൊരു കത്തെഴുതി. ആ കത്തിലെന്താ? എടി, ഞാനിങ്ങനെ ഒരു സാധനം ടെറസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, എടുത്തു വെക്കാൻ മറന്നു. ഈ കത്ത് കിട്ടിയാൽ ഉടനെ നീ അത് മാറ്റി സുരക്ഷിതമാക്കി വെക്കണം. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു, 2-3 മാസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചെത്തി വീട്ടില്. നോക്കുമ്പോ, മുകളിൽ കയറി നോക്കുമ്പോ ആ സാധനം അവിടെ തന്നെ ഇരിക്കുക. മഴയും വെയിലും എല്ലാം കൊണ്ട് അത് കേടായിരിക്കുന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ടു പെണ്ണിനോട്, നിനക്ക് ആ കത്ത് എഴുതിയില്ലേ? ചേട്ടാ, അത് ചേട്ടന്റെ കത്തി എന്ന നിലക്ക് ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി അത് അത് പൊട്ടിക്ക പോലും ചെയ്യാതെ ഞാനത് ഷെൽഫിൽ വെച്ചിട്ടുണ്ട് എന്നതുപോലെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കരങ്ങളിൽ നമ്മൾ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ചിരിക്കണം. വിശ്വസിക്കോ നിങ്ങൾ? എങ്ങനെ ചിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ നടത്തണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇതാ ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ ഖുർആൻ കയ്യിൽ തന്നിട്ട് ആ ഖുർആൻ ഇത് വെറും തത്വങ്ങളല്ലെന്നും പ്രാക്ടിക്കലാണെന്നും ചെയ്ത് കാണിച്ചു തന്നിട്ട് നമ്മളത് പൂട്ടിവെച്ചു. നമ്മുടെ ഷെൽഫിലുണ്ട്, നമ്മുടെ അലമാരയിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കത് തുറക്കണം. പഠിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എല്ലാവരും പഠിക്കണം. നമുക്കതിൻ്റെ സംവിധാനത്തെക്കുറിച്ച് ആലോചനയിലാണ്, വെറുതെ പറയല്ല, വളരെ ആത്മാർത്ഥമായി പറയാം. പല കാറ്റഗറിയിലുണ്ട്. സ്ത്രീകൾക്ക് പഠിക്കാം, പുരുഷന്മാർക്ക് പഠിക്കാം, വിദ്യാർത്ഥികൾക്ക് പഠിക്കാം. ഒരക്ഷരവും അറിയാത്ത ആളുകൾക്ക് അലിഫ് ബ ത തുടങ്ങി അക്ഷരങ്ങൾ പോലും എഴുതി വായിച്ച് പഠിക്കാം. ഒരു ഹർഫ് ഖുർആൻ ഓതിയാൽ എത്രയാണ് പ്രതിഫലം? ഖുർആൻ വെളിച്ചമാണ്. വിജ്ഞാനം, നോളജ് എന്ന് പറയുന്നത് ലൈറ്റാണ്, പ്രകാശമാണ്. വെളിച്ചം കടന്നു വരുമ്പോ ഇരുട്ട് വഴി മാറിയേ പറ്റൂ. എല്ലാ ജാഹിലിയത്തും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലാ വിഗ്രഹങ്ങളെയും എടുത്ത് പുറത്തിടാൻ, എല്ലാ ഇരുട്ടുകളെയും പുറത്തിടാൻ നമുക്ക് വിജ്ഞാനമാകുന്ന വെളിച്ചമടിക്കണം. അത് ഖുർആനാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, എല്ലാ സഹോദരന്മാരും പഠിച്ചേ പറ്റൂ, സമയം കണ്ടെത്തിയേ പറ്റൂ. അത് ഫർള് ഐനാണ്, ഓരോ വിശ്വാസികൾക്കും നിർബന്ധമായിട്ടുള്ളതാണ്. അങ്ങനെ വിജ്ഞാനത്തിന്റെ
ഒരു വിസ്ഫോടനം തന്നെ, ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഖുർആൻ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ, പോരായ്മകൾ എല്ലാം പടച്ച തമ്പുരാൻ പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.